മോഷണവും പിടിച്ചുപറിയുമില്ലാത്ത ലോകത്തിലെ ഒരു നാട്. ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒറ്റപ്പെട്ട ഒരു ദ്വീപ്, സാന്റക്രൂസ് ഡെൽ ഐസലോട്ട്. ഇവിടെ ഇവർ താമസിക്കുന്ന ഈ ഭൂമിയിൽ ആർക്കും സ്വന്തമായി ഒരു ഉടമസ്ഥാവകാശമില്ല. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്രമാത്രം വലിപ്പമുള്ള ഈ ദ്വീപിൽ റിസോഴ്സുകൾ എല്ലാവർക്കും തുല്യമാണ്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ദ്വീപിൽ മോഷണമോ പിടിച്ചുപറിയോ അങ്ങനെ ഒന്നും തന്നെയില്ല. ഇവരിലുണ്ടാകുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും അവർ സംസാരിച്ച് മുളയിലെ ഇല്ലാതാക്കും. കാരണം ഈ മനുഷ്യർക്കറിയാം ഇവർ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന്. ഏതു നിലവാരത്തിലുണ്ടാകുന്ന വിഘടനങ്ങളാണെങ്കിൽ പോലും അത് ഈ ദ്വീപിന്റെ നിലനിൽപ്പിന് വലിയ വെല്ലുവിളിയാകുമെന്ന് ഇവിടെയുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായി അറിയാം. 68,000 ആളുകൾ പെർ സ്ക്വയർ കിലോമീറ്റർ എന്നതാണ് ഇവിടുത്തെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ഇവിടെ ആകെയുള്ളത് 4 സ്ട്രീറ്റുകൾ, ഒരു ഹോട്ടൽ, ഒരു ആശുപത്രി. വൈദ്യുതിയുടെ നിർമ്മാണം സോളാർ പാനലുകൾ ഉപയോഗിച്ചാണ്. വൈദ്യുതി ഇവിടെ ലക്ഷൂറിയസ് ആണ്. ഭൂമിക്ക് പ്രത്യേകിച്ച് ഉടമകൾ ഇല്ലാത്തതിനാൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾ വീടുകൾ നിർമ്മിച്ചു പോന്നു. ഇങ്ങോട്ടേക്കുള്ള കുടിവെള്ളം ലഭിക്കുന്നത് മഴയിൽ നിന്നാണ്. പെയ്യുന്ന മഴയിലെ ഒരു തുള്ളി പോലും പാഴാക്കാതെ ഇവർ ശേഖരിച്ചെടുക്കും. ഇവിടെയുള്ള എല്ലാ വീടുകളിലേക്കും വളരെ തുല്യമായ രീതിയിൽ ജലമെത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ജലവിതരണം സംവിധാനം ചെയ്തിരിക്കുന്നത്. മഴക്കാലത്ത് ഇവിടെ വൈദ്യുതി നിർമ്മാണം ഉണ്ടാവുന്നതല്ല. കൂടാതെ കടൽക്ഷോഭത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ ഇവിടെ വെള്ളപ്പൊക്കം സൃഷ്ടിക്കും. ടൂറിസ്റ്റുകളെ ഇവർ ദൈവമായാണ് കാണുന്നത്. ഇവരുടെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും ടൂറിസ്റ്റുകളിൽ നിന്നാണ്. കൊളംബിയയുടെ മെയിൻലാൻഡിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്താലാണ് ഈ ദ്വീപിൽ എത്തിച്ചേരാൻ സാധിക്കുക. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ എന്ന ജീവി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ജീവിച്ച് തീരുന്നത്.